നമസ്കാരം. BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വണ്ണപ്പുറം ടൗണിലെ പൊടിശല്യത്തിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ കടകളടച്ച് സമരം നടത്തി. വ്യാഴാഴ്ച പ്രതിഷേധ പ്രകടനവും നടത്തി. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ കൊമേഴ്സ് ഫെസ്റ്റ് ആരംഭിച്ചു. കോളേജ് മാനേജർ മോൺസിഞ്ഞർ ഫ്രാൻസിസ് ഹാലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. പുതിയ ആഭ്യന്തരമന്ത്രി പോലീസിന് പ്രവർത്തന സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മടക്കത്താനത്ത് അഭിഭാഷകന്റെ 1.5 ഏക്കർ സ്ഥലത്തെ കൃഷികൾ കൊട്ടേഷൻ സംഘം വെട്ടിനിർത്തിയപ്പോൾ ഗുണ്ടകൾക്ക് വാഴക്കുളം പോലീസ് കാവൽ നിന്നു. CPM സമരപ്പന്തലിൽ അഭിവാദ്യം അർപ്പിക്കുവാനെത്തിയ യുവതിക്ക് ഭർത്താവിന്റെ മർദ്ദനമേറ്റു. ക്ഷുഭിതരായ CPM പ്രവർത്തകർ ഭർത്താവിനെ ക്രൂരമായി മർദ്ദിച്ച് ആശുപത്രിയിലാക്കി. നീണ്ട ഇടവേളയ്ക്ക് ശേഷം തൊടുപുഴയിൽ സർക്കസ് പ്രദർശനം തുടങ്ങി. ഗ്ലോബൽ സർക്കസിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് നിർവഹിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. വണ്ണപ്പുറം ടൗണിലെ അതിരൂക്ഷമായ പൊടിശല്യം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ കടകളടച്ച് സമരം നടത്തി. കടയടപ്പ് സമരത്തിന്റെ ഭാഗമായി വണ്ണപ്പുറം ടൗണിൽ വ്യാഴാഴ്ച വൈകിട്ട് പ്രകടനം നടത്തി. കുടിവെള്ള പദ്ധതിക്കായി ടൗണിലെ നിരത്തുകൾ കുത്തിപ്പൊളിച്ചത് മൂലമുണ്ടായ പൊടി വാഹന ഗതാഗതത്തോടുകൂടി മൂടൽമഞ്ഞിനെ വെല്ലുന്ന തരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിലും ജനങ്ങൾക്കും വാഹനങ്ങൾക്ക് തന്നെയും ഭീഷണിയായി കഴിഞ്ഞു. കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോഷി എടാട്ട്, ജനറൽ സെക്രട്ടറി PA രാജേഷ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഇത്രയും കാലം ഈ വണ്ണപ്പുറത്തിൻ്റെ ടൗണിനെ ദുരിതത്തിലാക്കുകയും ചെയ്തതിന് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം സമാധാനം പറഞ്ഞേ പറ്റൂ. ഭരണത്തിലിരിക്കുന്ന ആൾക്കാരും അതിന് സമാധാനം പറഞ്ഞേ പറ്റൂ എന്ന് വ്യാപാരി വ്യവസായിക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. നമുക്കറിയാം, ഈ റോഡ് 1 മാസം 1.5 മാസമായി വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി കുഴിച്ചിട്ടുണ്ട്. ഒടിപാറയെന്ന് ടാറിങ് തുടങ്ങി ഇപ്പോൾ ടൗണിലെത്തും, ആ പ്രശ്നം പരിഹരിക്കും എന്ന് നമ്മൾ വിശ്വസിച്ചിട്ട് ആ ടാറിങ് പല കാരണത്താൽ അവിടെ ഒടിപാറ തന്നെ അവസാനിക്കുന്ന രംഗവും വണ്ണപ്പുറത്തെ ഈ ടൗണിൻ്റെ വികസനം, ടൗണിൻ്റെ ഈ ശല്യമോ ഒരിക്കലും തീർക്കാത്ത ഈ അവസ്ഥയിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും എന്തെടുക്കുകയായിരുന്നു? അതാണ് നമുക്ക് ചോദിക്കുവാനുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, 1 വർഷം മുമ്പ് ഹൈറേഞ്ച് ജംഗ്ഷൻ തൊട്ട് മുസ്ലിം പള്ളിയുടെ അവിടം വരെ തുടർന്നും അങ്ങോട്ട് അന്ന് ഇവിടുത്തെ പട്ടയഭൂമി വ്യാപാരികളും ഇവിടുത്തെ ഭൂ ഉടമകളും അത്യാവശ്യം വീതി കൊടുത്ത് സ്ഥലം എടുപ്പിച്ചപ്പോൾ അന്ന് അധികാരികൾ ഞങ്ങൾക്ക് തന്നിരുന്ന ഉറപ്പ് 2 മാസത്തിനകം വീതി കൂട്ടിയെടുത്തവൾ എടുത്ത ഏരിയ. പാചകവാതക വിലവർദ്ധനവിനെതിരെ CPM നേതൃത്വത്തിൽ ഇടവെട്ടിയിൽ ആരംഭിച്ചിരിക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 3ാം ദിവസത്തിലേക്ക് കടന്നു. നിരാഹാരമനുഷ്ഠിക്കുന്ന പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM മുജീബിന് അഭിവാദ്യമർപ്പിച്ച വിവിധ സംഘടനകൾ സമരപ്പന്തലിലെത്തി. തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഹെഡ്ലോഡ് തൊഴിലാളികൾ എന്നിവർ കൂട്ടത്തോടെ എത്തിയാണ് അഭിവാദ്യമർപ്പിച്ചത്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എല്ലാ ദിവസവും വൈകിട്ട് 5-ന് വിവിധ വർഗ ബഹുജന സംഘടനകളുടെ പ്രകടനവും സമരസഹായ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, ഏരിയ സെക്രട്ടറി VV മത്തായി, KP ഷംസുദ്ദീൻ, തോമസ് വർക്കി എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഇടവെട്ടി കുട്ടിവനത്തിൽ തീ കയറിയത് പരിഭ്രാന്തി പരത്തി. വെള്ളിയാഴ്ച 11:30ഓടെയാണ് കുട്ടിവനത്തിൽ തീയണയ്ക്കാൻ ഫയർഫോഴ്സ് വാഹനം എത്തിയത്. പകൽ സമയമായതിനാൽ വനത്തിൽ മേയാനായി അഴിച്ചുവിട്ടിരുന്ന വളർത്തുമൃഗങ്ങളും ഉണ്ടായിരുന്നു.
പകൽ സമയത്ത് തീ കത്തുന്നത് കാണുവാൻ ബുദ്ധിമുട്ടായതും പ്രയാസമായി. കുട്ടിവനത്തിന് ഉൾഭാഗത്തായി വളരെ കുറച്ച് ഭാഗം മാത്രമാണ് തീ കത്തിയത്. ഇടവെട്ടി കുട്ടിവനം വനം വകുപ്പിന്റെ റിസർച്ച് വിഭാഗം ഈ അടുത്ത കാലത്താണ് ഫോറസ്റ്റ് തൊടുപുഴ റേഞ്ചിന് കൈമാറിയത്. എന്നാൽ ഫയർഫോഴ്സ് എത്തും മുമ്പ് വനപാലകരെത്തി തീ തല്ലിക്കെടുത്തിയിരുന്നു. ന്യൂമാൻ കോളേജ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആഭിമുഖ്യത്തിൽ ഓൾ കേരള കൊമേഴ്സ് ഫെസ്റ്റ് നടത്തി. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ മാനേജർ മോൺസിഞ്ഞർ ഫ്രാൻസിസ് ആലപ്പാട് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എസ്പിരിറ്റ് 2014 എന്ന പേരിൽ നടത്തപ്പെട്ട ഫെസ്റ്റിൽ വിവിധ കോളേജുകളിൽ നിന്നായി 180 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി.എം. ജോസഫ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കൊമേഴ്സ് വിഭാഗം തലവൻ പ്രൊഫസർ കെ.എം. തോമസ് സ്വാഗതം ആശംസിച്ചു. കോളേജ് ബർസർ റവർ ഫാദർ ഫ്രാൻസിസ് കണ്ണാടൻ, പ്രൊഫസർ നാൻസി ജോസഫ്, പ്രൊഫസർ ശോഭ തോമസ്, വിദ്യാർത്ഥി പ്രതിനിധി ഷനു പി. ബാബു എന്നിവർ പ്രസംഗിച്ചു. ഫെസ്റ്റിന്റെ നടത്തിപ്പിന് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ പ്രജീഷ് സി മാത്യു, വിദ്യാർത്ഥി പ്രതിനിധികളായ എയ്ബൽ ജോൺസൺ, ജിനോ ജോസ്, റിജോ ജെയിംസ്, തോമസ് ടോം, ക്ലഫി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ട്രഷർ ഹണ്ട്, ബിസിനസ് ക്വിസ്, സ്റ്റോക്ക് ഗെയിം എന്നീ മത്സരങ്ങൾ അരങ്ങേറി. വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ സമ്മാനിച്ചു. കേരളത്തിലെ പ്രമുഖ സംരംഭകരായ നാഗാർജുന, മലബാർ ഗോൾഡ്, പുളിമുട്ട് സിൽക്സ്, ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റൽ എന്നിവർ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തു. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ന്യൂമാൻ കലാലയത്തിന് എസ്പിരിറ്റ് 2014 ഒരു പൊൻതൂവലായി. മറ്റ് കോളേജുകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ക്യാമ്പസിലേക്ക്, ഈ കോളേജിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ ഈ ദിവസം ഈ ന്യൂമാൻ കോളേജിൽ നടത്തുന്ന പരിപാടികളിൽ പങ്കെടുത്ത് അതിൻ്റെ സന്തോഷകരമായ ഓർമ്മകളോടുകൂടെ നിങ്ങളിവിടെ നിന്ന് മടങ്ങിപ്പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. എനിക്ക് നൽകിയ സ്വാഗതാശംസകൾക്കും നല്ല വാക്കുകൾക്കും എല്ലാം ഞാൻ ഈ കൂട്ടത്തിൽ നന്ദി പറയുകയാണ്. ഈ സുന്ദരമായ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഒരുക്കി തന്നു. പുതിയ റോഡ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട സ്ഥലമെടുപ്പ് നടപടികൾ നടക്കുന്ന ഭാഗത്തുള്ള അഭിഭാഷകന്റെ കൃഷിഭൂമിയിൽ കൊട്ടേഷൻ സംഘത്തിന്റെ ആക്രമണം. വെള്ളിയാഴ്ച രാവിലെ തൊടുപുഴയ്ക്ക് സമീപം മടക്കത്താനത്തുള്ള അഡ്വക്കേറ്റ് ബിജു ജോസഫ് കളപ്പരേക്കലിന്റെ 1.5 ഏക്കർ സ്ഥലത്തെ കൃഷിവിളകളാണ് വെട്ടിനശിപ്പിച്ചത്. 20 കൊല്ലം പഴക്കമുള്ള 25ഓളം ജാതിമരങ്ങൾ, 50-ൽ പരം കമുകുകൾ, 10 വർഷത്തിലേറെ വളർച്ചയുള്ള റംബുട്ടാൻ എന്നിവയാണ് വെട്ടിനശിപ്പിച്ചത്. JCB ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുമായി പട്ടാപ്പകൽ നടന്ന ആക്രമണത്തിന് വാഴക്കുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവർ കാവൽ നിൽക്കുകയായിരുന്നു നാട്ടുകാർ പരിഹസിച്ചു. രാവിലെ 8 മണിയായപ്പോൾ ഒരു JCBയും കുറേ ഒരു 100-100 ആളുകളും കൂടെ വന്നിട്ട് നമ്മുടെ പറമ്പിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട് ഇതെല്ലാം ഞങ്ങൾ വർഷങ്ങളായിട്ട് 2002 ഞങ്ങൾ മേടിച്ച സ്ഥലം. അതിനു മുമ്പ് തന്നെ പല ആളുകൾ കൈമാറി വന്നതാണ് ഞങ്ങൾക്ക് എടുത്തിട്ട്. 2002 മേടിച്ച അന്ന് മുതൽ ഞങ്ങൾ നന്നായിട്ട് കൃഷി ചെയ്തെല്ലാം കൊണ്ടുവന്ന ഇത് രാവിലെ 8 മണിയായപ്പോൾ വന്നിട്ട് 10-20 ജാതിയും വെട്ടിക്കളഞ്ഞ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് ചോദിച്ചു ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് അവർ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഇവിടെ നിന്ന് മാറുക ചെയ്ത് അവർ ശരിക്കും പേടിയായിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് മാറിയത്. 10-100 ആൾക്കാരും ഉണ്ടായിരുന്നു, JCBയും എല്ലാം ആയിട്ട് വന്നിട്ട് ഇത് നമ്മുടെ പറമ്പിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട് ഇവിടെ എല്ലാം വെട്ടിത്തെളിച്ച് നശിപ്പിച്ച് വെച്ചേക്കുവാണ്. 10-20 വർഷമായ അതിനകത്ത് ഞങ്ങൾ മേടിച്ചതിന് ശേഷം നട്ട ജാതികളുണ്ട്, അല്ലാത്തതും എല്ലാം ഉണ്ട്. വിൽസൺ മാത്യു എന്നുള്ള പേരുള്ള ഒരാളുടെയാണ് സ്ഥലം. സ്ഥലമുടമയായ അഭിഭാഷകൻ അറിയിച്ചതനുസരിച്ച് എത്തിയ പോലീസ് സംഘം
അക്രമി സംഘത്തിന് വാഹനങ്ങളുമായി പോകുവാൻ അനുവാദം നൽകിയതിൽ ദുരൂഹതയുണ്ട്. പോലീസിന് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ച പുതിയ ആഭ്യന്തരമന്ത്രിയുടെ MLA ഉൾപ്പെടെയുള്ള അനുയായികളുടെ മാർഗനിർദ്ദേശവും പോലീസിനുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. കോഴിക്കോട് കൈവേലിയിൽ ക്വാറി മാഫിയയുടെ പിന്തുണയോടെ CPM നടത്തിയ കല്ലേറിൽ മരണമടഞ്ഞ അനൂപിന്റെ 30ാം ചരമദിനമായ ജനുവരി 19-ന് ഹിന്ദു ഐക്യവേദിയും പ്രകൃതി സംരക്ഷണ വേദിയും സംസ്ഥാന വ്യാപകമായി പ്രകൃതി സംരക്ഷണ ദിനം ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹിന്ദു ഐക്യവേദിയും പ്രകൃതി സംരക്ഷണ വേദിയും സംയുക്തമായി ജനുവരി 19-ന് തൊടുപുഴ NSS ഹാളിൽ വെച്ച് അനൂപിൻ്റെ ശ്രദ്ധാഞ്ജലിയും പ്രകൃതി സംരക്ഷണ ദിനാചരണവും നടത്തുക. അപ്പോൾ അന്നത്തെ അതിൻ്റെ പ്രത്യേകത ജനുവരി 19 അനൂപ് ബലിദാനിയായിട്ട് 1 മാസം തികയുകയാണ്. കോഴിക്കോട് നരിപ്പറ്റയിൽ കൈവേലി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് CPMൻ്റെയും അതേപോലെ കോറിയുടെയും ഗുണ്ടകൾ സമാധാനപരമായിട്ട് നടത്തിയിരുന്ന ധർണയ്ക്ക് നേരെ കല്ലെറിഞ്ഞ് ആ കല്ലേറിലാണ് അനൂപ് കൊല്ലപ്പെടുന്നത്. അതിൻ്റെ 1 മാസം തുടങ്ങുകയാണ്, 1 മാസം പൂർത്തീകരിക്കുകയാണ്. അപ്പം അന്നത്തെ ദിവസം സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ ഈ ശ്രദ്ധാഞ്ജലിയും അതേപോലെ തന്നെ പ്രകൃതി സംരക്ഷണ ദിനാചരണവുമായിട്ട് നടപ്പാക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഒന്ന്, നിലവിൽ 39 പേരുടെ ദൃശ്യങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ മേൽവിലാസവും സഹിതം പോലീസിന് പരാതി കൊടുത്തിട്ടും നിലവിൽ ഇതുവരെ 7 പേരെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്യുകയോ അതിൻ്റെ ഗൂഢാലോചനയെക്കുറിച്ചോ. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് തൊടുപുഴ NSS ഹാളിൽ നടക്കുന്ന സമ്മേളനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ പ്രകൃതി സംരക്ഷണ വേദി സംസ്ഥാന ചെയർമാൻ MN ജയചന്ദ്രൻ, ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി S പത്മഭൂഷൺ, താലൂക്ക് സെക്രട്ടറി PR കണ്ണൻ എന്നിവർ പങ്കെടുത്തു. പാചകവാതക വിലവർദ്ധനവിനെതിരെ CPM നേതാവ് നടത്തിവരുന്ന നിരാഹാര സമരത്തിന് അഭിവാദ്യം അർപ്പിക്കാനെത്തിയ യുവതിക്ക് ഭർത്താവിന്റെ മർദ്ദനം. ക്ഷുഭിതരായ CPM പ്രവർത്തകരുടെ മർദ്ദനത്തെ തുടർന്ന് ഭർത്താവ് ആശുപത്രിയിലുമായി. ഇടവെട്ടിയിൽ TM മുജീബ് നടത്തിവരുന്ന നിരാഹാര സമരത്തിനിടെയാണ് സംഭവം. കൊതകുത്തി മുട്ടത്തുകുന്നതിൽ അൻവറിനാണ് മർദ്ദനമേറ്റത്. രാവിലെ വീട്ടിൽ നിന്നും മരുന്ന് വാങ്ങുവാൻ പോയ ഭാര്യയെ സത്യാഗ്രഹ പന്തലിൽ കണ്ടതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. മൊബൈൽ ഫോണിൽ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ മരുന്ന് വാങ്ങി വീട്ടിലെത്തിയെന്നായിരുന്നു ഇത്രേ ഭാര്യയുടെ മറുപടി. രോഷാകുലനായ അൻവർ സത്യാഗ്രഹ പന്തലിൽ നിന്നും ഭാര്യയെ വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. സമരം പൊളിക്കാനെത്തിയ ആളാണെന്ന ധാരണയിൽ ഒരു വിഭാഗം CPM പ്രവർത്തകർ അൻവറിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. പരിക്കേറ്റ അൻവറിനെ നാട്ടുകാർ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 10 മണിയായപ്പോഴേക്കും ഞാൻ ഇടവെട്ടിയിൽ വൈഫിനെ വിളിക്കാൻ വേണ്ടി അവിടെ ചെന്നായിരുന്നു. അപ്പോൾ അയൽക്കൂട്ടത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ ധർണയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് വൈഫിനെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വൈഫിനെ വിളിക്കാൻ വേണ്ടി മരുന്ന് മേടിക്കാൻ വരാൻ വേണ്ടി വൈഫിനെ വിളിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്നാ VS പ്രിൻസ് അങ്ങനെ 3-4 പേര് കൂടി പരമായിട്ട് മോന്തക്കെട്ട് അടിയും വെച്ച് വന്ന് തള്ളി ഓട്ടോറിക്ഷയ്ക്കകത്ത് കയറ്റി ഓട്ടോറിക്ഷയ്ക്കകത്ത് തല പോയി ഇടിപ്പിച്ചു, വലിച്ച് പിടിച്ച് കയ്യെ പിടിച്ച് തിരിച്ചു. ഒരുപാട് ഇതായിട്ട് ഉപയോഗിച്ചു. ഞാൻ ഒരു പ്രകോപനത്തിനോ അല്ലെങ്കിൽ വേറെ ഒരു പരിപാടിക്കോ അവരോട് ദേഷ്യപ്പെടാനോ തെറി പറയാനോ ഒന്നിനും പോയ ആളല്ല. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഇടവെട്ടിയിൽ CPMൻ്റെ നേതൃത്വം നടക്കുന്ന നിരാഹാര പന്തലിനടുത്ത് വെച്ച് UDF പ്രവർത്തകനായ മുട്ടത്തുനിന്നൊരു അൻസാരിയെ CPMൻ്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടകൾ ക്രൂരമായി ആക്രമിക്കുകയുണ്ടായി. രാവിലെ 10 മണിയോടുകൂടി മേശിരിപ്പണിക്കാരനായ അൻസാരി ഇടവെട്ടിയിൽ സത്യാഗ്രഹ പന്തലിൽ സത്യാഗ്രഹം ഇരിക്കുന്ന പഞ്ചായത്ത് മെമ്പർ മുജീബിനെ സമീപത്തിരുന്ന ഭാര്യയെ എന്തോ അത്യാവശ്യത്തിനെ വിളിക്കാൻ ചെന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ഭാര്യയെ അൻസാരി വിളിക്കുമ്പോൾ ഒരു പറ്റം CPMൻ്റെ ഗുണ്ടകൾ യാതൊരു പ്രകോപനവും കൂടാതെ അൻസാരിയെ മർദ്ദിക്ക് തലയ്ക്ക് അടിവെച്ചു കൊടുക്കുകയും കൈ പിടിച്ച് തിരിക്കുകയും ബലമായി വണ്ടിയിൽ കയറ്റി ചവിട്ടി വണ്ടിയിൽ ഓട്ടോറിക്ഷയിൽ കയറ്റി വിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇടവെട്ടിയിൽ ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രധാന രാഷ്ട്രീയ പാർട്ടി CPM ആണ്. ഇതേസമയം TM മുജീബിന് അഭിവാദ്യം അർപ്പിക്കുവാനെത്തിയ തൊഴിലുറപ്പ് തൊഴിലാളിയെ സമരപ്പന്തലിൽ കയറി തല്ലിയ ഭർത്താവിന്റെ നടപടിയിൽ CPM ഇടവെട്ടി ലോക്കൽ കമ്മിറ്റി പ്രതിഷേധിച്ചു. കോൺഗ്രസുകാരനാണ് ആക്രമണം നടത്തിയതെന്നും ഇവർ ആരോപിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾ സമരപ്പന്തലിലേക്ക് കൂട്ടത്തോടെ എത്തുന്നതിൽ വിരളി പിടിച്ച കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഗൂഢാലോചനയാണ് സംഭവത്തിന് പിന്നിലെന്നും CPM ലോക്കൽ സെക്രട്ടറി KP ഷംസുദ്ദീൻ ആരോപിച്ചു.
പാറമട മാഫിയയ്ക്ക് വേണ്ടി ചട്ടം ലംഘിച്ച് പ്രവർത്തിക്കുവാൻ ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് കനത്ത തിരിച്ചടി നൽകി പാർട്ടിയുടെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു. മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൈസി ഡൊമിനിക്കാണ് രാജിവെച്ചത്. പിരളിമറ്റത്തെ പാറമടയ്ക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നതർ ലൈസൻസ് നൽകണമെന്ന് ആവശ്യപ്പെട്ടത് അനുവദിക്കാതിരുന്നതാണ് വനിതാ പ്രസിഡന്റ് തെറിക്കാൻ കാരണമായത്. പാറമടയ്ക്ക് പുറമെ മറ്റു പല ചട്ടലംഘനങ്ങൾക്കും കൂട്ടുനിൽക്കണമെന്നും പാർട്ടി നിർബന്ധിച്ചെന്ന് നൈസി ആരോപിച്ചു. കോൺഗ്രസ് മഞ്ഞളൂർ മണ്ഡലം പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ടോമി തന്നിട്ടമാക്കലിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് നൈസി ആരോപണം ചൊരിഞ്ഞത്. ഇത് രണ്ടാം തവണയാണ് ഇവിടെ വനിതാ പ്രസിഡന്റിന് സ്ഥാനം നഷ്ടമാകുന്നത്. 14 മാസം മുൻപ് കോൺഗ്രസിലെ റൂബി തോമസ് രാജിവെച്ചപ്പോഴാണ് നൈസി അധികാരമേറ്റത്. അന്ന് ടോമിക്കെതിരെ കടുത്ത ആരോപണം ഉന്നയിച്ചാണ് റൂബി രാജിവെച്ചത്. റൂബിയുടെ രാജിക്ക് മുന്നോടിയായി വൈസ് പ്രസിഡന്റുമായി കയ്യാങ്കളിയും പോലീസ് കേസുമുണ്ടായി. പാർട്ടി റൂബിയെ പിന്നീട് പുറത്താക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പാറമട മാഫിയയുടെയും കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനവും അതിന് കൂട്ടുനിൽക്കാത്തതിൻ്റെയും പേരിലും, അതുപോലെ ലൈസൻസ് അന്വർത്ഥമായി പണിതിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് വൈസ് പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റുമായ ടോമി തന്നിട്ടമാക്കിൽ അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പ്രേരണയ്ക്ക് നമ്മൾ അകപ്പെടാതെ നമ്മൾ ചെറുത്ത് നിൽക്കുന്നത് കൊണ്ടുള്ള നമ്മൾ മാനസികമായുള്ള പീഡനത്തിന് ഇരയാകുകയും, അതുപോലെ തന്നെ നമുക്ക് ആ നിരന്തരമായ ശല്യം സഹിക്കാതെ നമ്മൾ നിരന്തരം നേതൃത്വത്തെ അറിയിക്കുകയും അവിടെ നിന്ന് ഒരു നടപടിയും സ്വീകരിക്കാത്തത് കൊണ്ടുമാണ് ഞാൻ ഈ രാജിക്ക് ഒരുങ്ങുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വണ്ണപ്പുറം ടൗണിലെ പൊടിശല്യത്തിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ കടകളടച്ച് സമരം നടത്തി. വ്യാഴാഴ്ച പ്രതിഷേധ പ്രകടനവും നടത്തി. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ കൊമേഴ്സ് ഫെസ്റ്റ് ആരംഭിച്ചു. കോളേജ് മാനേജർ മോൺസിഞ്ഞർ ഫ്രാൻസിസ് ഹാലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. പുതിയ ആഭ്യന്തരമന്ത്രി പോലീസിന് പ്രവർത്തന സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മടക്കത്താനത്ത് അഭിഭാഷകന്റെ 1.5 ഏക്കർ സ്ഥലത്തെ കൃഷികൾ കൊട്ടേഷൻ സംഘം വെട്ടിനിർത്തിയപ്പോൾ ഗുണ്ടകൾക്ക് വാഴക്കുളം പോലീസ് കാവൽ നിന്നു. CPM സമരപ്പന്തലിൽ അഭിവാദ്യം അർപ്പിക്കുവാനെത്തിയ യുവതിക്ക് ഭർത്താവിന് മർദ്ദനമേറ്റു. ക്ഷുഭിതരായ CPM പ്രവർത്തകർ ഭർത്താവിനെ ക്രൂരമായി മർദ്ദിച്ച് ആശുപത്രിയിലാക്കി. നീണ്ട ഇടവേളയ്ക്ക് ശേഷം തൊടുപുഴയിൽ സർക്കസ് പ്രദർശനം തുടങ്ങി. ഗ്ലോബൽ സർക്കസിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് നിർവഹിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക. www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ്, തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.